പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിന്റെ ഒരു അപ്പസ്തോലിക രേഖയാണ് കുടുംബം ഒരു പങ്കാളിത്തം. ഈ അപ്പസ്തോലിക രേഖയിൽ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ് കുടുംബജീവിതക്കാരോട്: കുടുംബത്തിൽ ദൈവത്തിന്റെ പദ്ധതി ജീവിക്കണം. അപ്പൊ എന്താണ് പറയുന്നത്? കുടുംബത്തിൽ ദൈവത്തിന്റെ പദ്ധതി ജീവിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 2:4 പറയുകയാണ്: എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഉണ്ടോ? കുടുംബത്തിൽ ദൈവത്തിന്റെ പദ്ധതി ജീവിക്കണം എന്ന് പറയുമ്പോൾ ഈ തിരുവചനം കൂടെ നമ്മൾ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സത്യം അറിയണം. എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് യേശുവിലൂടെ മാത്രമാണ്. എല്ലാവരും അറിയേണ്ട സത്യം അത് യേശു എന്ന സത്യമാണ്. അപ്പോഴാണ് എല്ലാവരിലൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട അമ്മച്ചി എന്നും തൻ്റെ ഭവനത്തിന്റെ അടുത്തുള്ള ഒരു പാവപ്പെട്ട കുടിലേക്ക് പോകും. കൈ നിറച്ച് ഒരു പാത്രത്തില് ഭക്ഷണമൊക്കെ എടുത്ത് കുറച്ച് വസ്ത്രമൊക്കെ എടുത്ത് പോകും. അങ്ങനെ ആ ചെറ്റക്കുടിലില് ആരുമില്ലാതെ കിടക്കുന്ന ആ ഒരു പാവപ്പെട്ട അമ്മച്ചിയെ പോയി ശുശ്രൂഷിച്ച് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് വസ്ത്രം മാറ്റിച്ച് വൃത്തിയാക്കി കിടത്തി തിരിച്ചുപോയി. അപ്പോൾ എല്ലാം ഈ അമ്മയുടെ കൊച്ചുമകളും കൂടെ ചെയ്യും. അപ്പൊ ഈ കൊച്ചുമകൾ ചോദിക്കും, എന്തിനാണ് അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ അമ്മ നമ്മുടെ ആരാണ്? നമുക്കാരുമല്ലല്ലോ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ വന്ന് കഷ്ടപ്പെടുന്നത്? അപ്പം ഈ കൊച്ചുമകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അമ്മ പറയും, മോളെ, നമ്മൾ സ്നേഹിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഈ അമ്മയിലുണ്ട്. ഈ അമ്മയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഈശോയാണ് ഈ അമ്മയിലുള്ളത്. അങ്ങനെ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടത് എന്ന് ഈ പാവപ്പെട്ട അമ്മ തൻ്റെ കൊച്ചുമകളെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ആരാണ്? ഈ കൊച്ചുമകൾ ആരാണ്? ഈ കൊച്ചുമകളാണ് വിശുദ്ധ മദർ തെരേസ. ഈ അമ്മ വിശുദ്ധ മദർ തെരേസയുടെ അമ്മയാണ്. കണ്ടോ? മദർ തെരേസയ്ക്ക് തെരുവിൽ കിടന്ന് മുറിവേറ്റ മക്കളെ ചേർത്ത് പിടിക്കാനും അവരിൽ ദൈവത്തെ കാണാനും അവരെ ആശ്ലേഷിക്കാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും അങ്ങനെ ഒരു വിശുദ്ധയായി തീരാനും സാധിച്ചത് അവളുടെ അമ്മയിലൂടെ കിട്ടിയ നല്ല മാതൃകയിലൂടെയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയ്ക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഓരോ കുടുംബ ജീവിതത്തിലൂടെയുമാണ് വിശുദ്ധര് ജനിക്കുന്നത്, വിശുദ്ധര് വളരുന്നത്. ആകയാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബത്തിൽ ദൈവത്തിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.